പ്രണയശലഭം അധ്യായം 13. പ്രണയ നോവൽ. റംഷിയെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്കാണ് മാറ്റിയത് എന്ന് സീനത്ത് അറിഞ്ഞിരുന്നു. ഇരുട്ട് പിടിച്ച മുറിയിലേക്ക് പതിയെ പ്രകാശം കടന്നു വരുന്നത് നോക്കി അവൻ അങ്ങനെ ഇരിക്കും. ഹേയ് സിസ്റ്റർ, എനിക്കൊരു പേനയും പേപ്പറും തരാമോ? റംഷി അതിലൂടെ കടന്നുപോയ നേഴ്സിനോട് വിളിച്ചു ചോദിച്ചു. ചിലപ്പോഴൊക്കെ അവൻ അങ്ങനെയാണ്, ശാന്തനും സൽസ്വഭാവിയും. ചില സമയങ്ങളിൽ വല്ലാതെ അക്രമാസക്തനാവും. കണ്ണിൽ കണ്ട എല്ലാവരെയും വേദനിപ്പിക്കും. നേഴ്സ് റംഷിയുടെ മുറിയിലൂടെ അവൻ്റെ മുന്നിലെത്തി അവനെ ഒന്ന് നോക്കി. റംഷി, തനിക്കെന്തിനാണോ പേപ്പറും പേനയും? റംഷിയുടെ താടിയും മുടിയും അല്പം വളർന്നു തൂങ്ങിയിരുന്നു. അവൻ പതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ കാലിലെ ചങ്ങല അതിന് സമ്മതിച്ചില്ല. സിസ്റ്ററെ, നിങ്ങളെ ചങ്ങല എന്നെ വല്ലാണ്ട് വേദനിപ്പിക്കുന്നുണ്ട്. ചങ്ങല തട്ടി മുറിവായി കാലിൽ നിന്നും ചോരയും ചെലവും ഒലിക്കുന്നുണ്ട്. റംഷിയുടെ അസുഖങ്ങളൊക്കെ മാറട്ടെ, നമുക്ക് ആ ചങ്ങല ഒന്ന് മാറ്റണം. ചങ്ങല മാറ്റുകയൊന്നും വേണ്ട. ചിലപ്പോഴൊക്കെ ചങ്ങലയുടെ കിലുക്കം എനിക്ക് സീനത്ത് അരികിലുള്ളത് പോലെയാണ്. കുറച്ചൊക്കെ വേദനകളുണ്ടെങ്കിലും ഈ ചങ്ങലയെ ഞാൻ അത്രമേൽ സ്നേഹിക്കുന്നുണ്ട്. ആഹാ, അത് ശരി. താൻ അത്രയ്ക്ക് അവളെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നല്ല, ഞാൻ ജീവിക്കുന്നത് തന്നെ അവൾക്ക് വേണ്ടിയാണല്ലോ. അവൾക്ക് വേണ്ടി 2 വാക്ക് കുറിക്കാൻ വേണ്ടിയാണ് പേപ്പറും പേനയും ചോദിച്ചത്. നേഴ്സ് അവരുടെ പോക്കറ്റിൽ നിന്നും ഒരു പേനയും പാഡിൽ നിന്നും ഒരു പേപ്പറും കീറി അവന് നൽകി. റംഷിയുടെ പ്രണയലേഖനം വായിക്കാൻ എനിക്ക് ഏറെ കൊതിയുണ്ട്. അത് കൊള്ളാം. ലൈല മജ്നുവിൻ്റെ കഥയാണ് എൻ്റെ. അതെന്താണ് റംഷി അങ്ങനെ? മജ്നു പറഞ്ഞതുപോലെ അവസാന വിചാര നാളുകളിലെങ്കിലും അവനെതിര് പറയുന്ന സാക്ഷിയായി എങ്കിലും ലൈല വരണം. അങ്ങനെയെങ്കിലും അവളെ എനിക്കൊന്ന് കാണാലോ. ഇത്രയൊക്കെ അവളോട് പ്രണയമുണ്ടായിട്ടും താൻ എന്തിനാ മാഷേ അവളെ പലതവണ അപകടങ്ങളിൽ എത്തിച്ചത്? ഈ കാലിലെ ചങ്ങല പോലെ പോലും തൻ്റെ കുരുത്തക്കേടുകളല്ലേ. ഈ ഇരുളിൽ നിറഞ്ഞ മുറിയിൽ ചുമരുകളിൽ തലയിടിച്ച് എന്തൊക്കെയാണ് താൻ കാട്ടിക്കുട്ടിയതെന്ന് ഓർമ്മയുണ്ടോ? റംഷി ഒന്ന് ചിരിച്ചു. ഓർമ്മകൾ എൻ്റെ സീനത്തിനെ ഞാൻ അപകടത്തിൽ കൊണ്ടെത്തിച്ചു. അത്രേ എനിക്ക് അവളോട് അങ്ങനെ ചെയ്യാൻ കഴിയുമോ? ചിരി പതിയെ കരച്ചിലേക്ക് മാറി തുടങ്ങിയിരിക്കുന്നു. സിസ്റ്റർ, ഈ ചങ്ങല ഒന്ന് ഊരിത്തരാമോ? ഞാൻ അവളോടൊന്ന് മാപ്പ് ചോദിക്കട്ടെ. പതിയെ പുറത്തു കേൾക്കുന്ന ശബ്ദത്തിനെന്ന പോലെ അവൻ കാതോർത്തു. അതെ, നല്ല മഴ പെയ്യുന്നുണ്ടല്ലേ. പുറത്ത് ആലിപ്പഴം വീഴുന്ന ശബ്ദം കേട്ടില്ലേ? ഞാനും അവളും ഒരു പാത്രത്തിൽ ആലിപ്പഴം പെറുക്കിക്കൂട്ടും. എല്ലാം കഴിഞ്ഞ് തിരിച്ചു നോക്കുമ്പോൾ വെറും വെള്ളം. അവളുടെ മുഖം ഒന്ന് കാണേണ്ടത് തന്നെ. പാവം. നേഴ്സ് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ മുഖം മാറിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് ചിരിയും സങ്കടവും ഒരുമിച്ച് നിറയുന്നത് പോലെ. അവർ അവനോട് യാത്ര പറയാതെ നടന്നു നീങ്ങി. അവനൊന്നും അറിയാത്ത കൊച്ചുകുട്ടിയെപ്പോലെ അങ്ങനെ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്. സീനത്തിന് ഉപ്പയും ഉമ്മയും എത്ര പറഞ്ഞിട്ടും റംഷിയെ മറക്കാൻ കഴിയുന്നില്ല. അവൾ മുറിക്കുള്ളിൽ നിന്നും പരമാവധി പുറത്തേക്ക് ഇറങ്ങാൻ കൂട്ടാക്കിയില്ല. ജോജച്ചായനും സിനിയും കുലിച്ചിരുന്നു. അവർക്ക് പറയാനുള്ളതും റംഷിയെ മറക്കാൻ തന്നെയാണ്. അവൻ തന്റെ ജീവിതം ഇല്ലാതാക്കുമെന്നാണ്. വിമാനത്തിലെ അനുഭവങ്ങൾ അവർക്ക് തന്നെ ഏറ്റവും വലിയൊരു പേടി സ്വപ്നം തന്നെയാണ്. ഏതെങ്കിലും ഒരു രാത്രിയിൽ അവൻ്റെ വൈദ്യങ്ങളിൽ കുടുങ്ങി ഇല്ലാതാകുമെന്ന് അവർ ഉറപ്പു പറയുന്നു. ആരെന്തു പറഞ്ഞാലും റംഷിയെ മറക്കുവാനും വെറുക്കുവാനും കഴിയുന്നില്ല. മഴയിൽ 2 കുടകൾ ഉണ്ടായിരുന്നിട്ടും അവൻ എൻ്റെ കുടയിലേക്ക് ഓടിക്കയറും. നനവായി ചേർന്നൊട്ടിയ എൻ്റെ ചുണ്ടുകളെ പ്രണയമെന്ന ചൂടിനാൽ അവൻ ചുംബിക്കുമ്പോൾ, വിറയാർന്ന എൻ്റെ കൈകൾ അവൻ്റെ നെഞ്ചോടമരുമ്പോൾ ഒരു തിരിച്ചുപോക്കില്ലാത്ത വിധം ഞാൻ അവനിൽ ആപ്പെട്ടു കഴിഞ്ഞിരുന്നു. ആരോടൊന്നും പറയാതെ കടന്നു കയറി ഹൃദയവും മോഷ്ടിച്ചൊരു പോക്കായിരുന്നു. ശരിക്കും അവൻ തനിക്ക് ആരായിരുന്നു? ഒരു ചെറിയ പ്രണയകാലത്തിൽ ഒരു ജീവിതം മുഴുവൻ ഓർക്കാനുള്ളത് സമ്മാനിച്ച ഗന്ധർവൻ, ജിന്ന്, എൻ്റെ റൂഹ്. ആരാണവൻ? ചോദ്യങ്ങൾ ഏറെയുണ്ട്, എന്നാൽ ഉത്തരം ഒന്ന് മാത്രമേ ഉള്ളൂ. അവൻ എൻ്റെ ആരൊക്കെയോ. ഷൈലോമ്മ മുറിയിലേക്ക് വന്നു. അവളുടെ തോളിൽ പിടിച്ച് ഓർമ്മകളിൽ നിന്നുള്ള അവളുടെ തിരിച്ചുവരവ്. അവളെ
എത്രയെന്ന് കരുതിയാണ് ഈ കാത്തിരിപ്പ്? ഇപ്പോഴും അവൻ ആ ഭ്രാന്താശുപത്രി തന്നെയാണ്. ഈ അവസ്ഥയിൽ നിന്റെ ജീവിതം ഇങ്ങനെ പാതി വഴിയിൽ നാട്ടിൽ മുഴുവൻ നീ അവനോടൊപ്പം പോയിന്ന് തന്നെയാണ്. പക്ഷെ അതൊന്നും നമുക്ക് പ്രശ്നമില്ല. പക്ഷെ ഒരിക്കൽ പോലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് ഉറപ്പുള്ള അവന് വേണ്ടി നീ ഇങ്ങനെ കാത്തിരിക്കണ്ട. അവൻ നേരെയാൽ തന്നെ നിന്നെ നീ സ്നേഹിക്കുന്നത് പോലെ അവൻ തിരിച്ചു സ്നേഹിക്കുന്നു എന്നതിന് എന്താണ് ഉറപ്പ്? അവൻ നിന്നെ മറക്കില്ല എന്ന് നിനക്ക് എങ്ങനെ പറയാനാവും? സീനത്ത് ഉമ്മയുടെ കണ്ണുകളിലേക്കൊന്ന് നോക്കി. കണ്ണുകളിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ കവിളിൽ പടർന്ന സ്ഫടികം പോലെ ചിന്നിച്ചിതറി. ഇനി എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും ഇത്രമേൽ ഭ്രാന്തമായി അവനെ സ്നേഹിക്കാൻ മറ്റൊരാൾക്കും കഴിയില്ല എന്നുള്ള ഉറപ്പാണ് എൻ്റെ വിശ്വാസം. ഞാനെന്നാൽ ചങ്ങലമുറുക്കത്തിൽ ബന്ധിക്കപ്പെടാൻ കഴിയാത്ത പോലെ ഭ്രാന്താണ് അവനും. നിന്നോട് എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ജനിപ്പിച്ച തന്തയും തള്ളയും വിട്ടെറിഞ്ഞ് കണ്ണിക്കണ്ടവന്മാരുടെ കൂടെ ഇറങ്ങിപ്പോകുന്നതാണല്ലോ ഇപ്പോഴത്തെ ഫാഷൻ. നിങ്ങളുടെയൊക്കെ ഇഷ്ടം നടക്കട്ടെ. എന്തൊക്കെയോ പിറുപിറുത്ത് ഉമ്മ മുറിവിട്ടിറങ്ങുമ്പോൾ സീനത്തിന് ഒന്നും തോന്നിയില്ല. അധ്യായം 27. രാവിലെ റംഷിയെ കാണണമെന്ന് തോന്നിയപ്പോൾ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോന്നു സീനത്ത്. ഭ്രാന്താശുപത്രിയിൽ റംഷിയുടെ മുറിക്ക് മുന്നിൽ നിന്ന് സീനത്ത് അവനെ വിളിച്ചു. റംഷി. അവളുടെ ശബ്ദത്തിൽ ഇടർച്ചയുണ്ടായിരുന്നു. അവനൊരു ഇടിമുഴക്കം മറ്റതുപോലെ തരിച്ചു നിന്നു. അവൻ അവളെ നോക്കി. സീനത്ത്, എൻ്റെ സീനത്ത്. എടി, ഇത് കണ്ടോ? ഇവരെൻ്റെ കാലിൽ ചങ്ങലയിട്ട് വെച്ചിരിക്കുന്നു. ഇതാ, ഇത് നോക്ക് മുറിവുകൾ. റംഷി സീനത്തിന് മുന്നിൽ പരാതിയുടെ ഭാണ്ഡക്കെട്ടുകൾ അഴിച്ചു. സീനത്ത് അവനെ ഒന്ന് നോക്കുക മാത്രമാണ് ചെയ്തത്. റംഷിയെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ മുറിയിലേക്ക് സീനത്ത് നടന്നു. ഡോക്ടർ കണ്ണാടി ഉയർത്തി അവളെ ഒന്ന് നോക്കി. ആ, താൻ? സാർ, ഞാൻ റംഷിയുടെ ഭാര്യയാണ്. ആ, അത് ശരി. അയാൾ വിവാഹം കഴിച്ചിട്ടില്ല എന്നാണല്ലോ അയാളുടെ മാതാപിതാക്കൾ പറഞ്ഞത്. അതിന് മറുപടിയൊന്നും പറയാതെ അവൾ തലകുനിച്ചിരുന്നു. എന്താണ് താനൊന്നും പറയാത്തത്? ഞാനും അവനും പ്രണയത്തിലായിരുന്നു സാർ. ഞങ്ങൾ വിവാഹം കഴിക്കാൻ ഇരുന്നതാണ്. അപ്പോഴാണ് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാവുന്നത്. എടോ, താൻ ഉദ്ദേശിക്കുന്നത് പോലെ ഇത് അത്ര വലിയ ചെറിയൊരു കാര്യമൊന്നല്ല. മൾട്ടിപ്പിൾ ഡിസോർഡർ പോലെ ഒരു രോഗാവസ്ഥയാണ്. മാക്സിമം ഇയാളെ ഒഴിവാക്കുന്നതാണ് തനിക്ക് നല്ലത്. ഏത് സമയത്താണ് അയാളുടെ സ്വഭാവം മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. ഡോക്ടർ, എന്ത് വില കൊടുത്തു എനിക്ക് അവനെ പഴയ പോലെ തിരിച്ചു വേണം. എനിക്ക് അവനില്ലാതെ പറ്റുന്നില്ല. താനിങ്ങനെ ബോൾഡായി നിൽക്കുമ്പോൾ എനിക്കെങ്ങനെ മാറാൻ കഴിയും? നമുക്കവനെ തിരിച്ചു കൊണ്ടുവരാം. ഡോക്ടർ എഴുന്നേറ്റ് അവളുടെ കസാരയുടെ പിന്നിലേക്ക് വന്നു. കൈവിരലുകൾ കൊണ്ട് അവളുടെ ചെവിയിലൊന്ന് തൊട്ടു. പതിയെ അത് അലസമായി അരിച്ചിറങ്ങി. നീ അതീവ സുന്ദരിയാണ്, ഒരു അപ്സരസിനെ പോലെ. അവനെ ഞാൻ നിനക്ക് ശരിയാക്കി തരും. പക്ഷെ നിന്നെ എനിക്ക് വേണം. ഒരു വെണ്ണക്കൽ ശില്പം പോലെ നീ എന്നെ ഇങ്ങനെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അയാളിൽ നിന്നും പിന്നെയും പിന്നെയും എന്തൊക്കെയോ വാക്കുകൾ മാലയിൽ നിന്നും മുതിർന്ന മുത്തുകൾ പോലെ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു. സർ, പ്ലീസ്, എനിക്ക് റംഷിയെ വേണം. എന്നെ ഉപദ്രവിക്കരുത്. പെണ്ണേ, നീ മണ്ടത്തരം കാണിക്കരുത്. എത്ര സുന്ദരിയാണ് നീ. ദൈവം എല്ലാം ആസ്വദിക്കാനായി ഭൂമിയിലേക്ക് ജനിപ്പിച്ച ഒരു ഭ്രാന്തന്, എന്നിട്ടൊരു ഭ്രാന്തനെ പിന്നാലെ നീ അലയുകയാണോ നീ? നോക്ക്, ഞാനൊരു ഡോക്ടറാണ്. നമുക്കൊരുമിച്ച് എത്രയെത്ര സുഖങ്ങൾ. അയാളുടെ ചുണ്ടുകളുടെ അവളുടെ തടസ്സങ്ങൾ കാറ്റിൽ പറത്തി അവളുടെ പിൻചെവിയെ സ്പർശിച്ചു. ഒരു സർപ്പദംശനം ഏറ്റതുപോലെ അവൾ പുളഞ്ഞു. അതയാളെ കൂടുതൽ ഉന്മാദനാക്കുകയാണ് ചെയ്തത്. ഡോക്ടർ ഒരു ഇത്തിൽ കണ്ണി പോലെ അവളെ വരിഞ്ഞു മുറുക്കുകയായിരുന്നു. അവളുടെ സർവ്വശക്തിയും ഉപയോഗിച്ച് ഡോക്ടറിൽ നിന്നും അവൾ കുതറിമാറി. ഡോക്ടർ വീണ്ടും വീണ്ടും അവളുടെ അടുത്തേക്ക് എത്താൻ ശ്രമിച്ചു. എങ്കിലും അവൾ ഒഴിഞ്ഞു മാറി. ഡോക്ടർ, എന്നെ ഉപദ്രവിക്കരുത്. അയാൾ ചിരിച്ചു. ഉപദ്രവിക്കുകയോ? ഞാനോ? നിന്നെയോ? സ്നേഹിക്കുകയല്ലേ പെണ്ണെ, കൂടുതൽ ചേർത്ത് നിർത്തുകയല്ലേ. ഒരു ഭ്രാന്തിൻ്റെ നശിച്ചു പോകാവുന്ന നിന്റെ ജീവിതത്തിൽ എന്താണ് നിറം എന്നത് കാണിച്ചു തരികയല്ലേ. എനിക്ക് നിന്നെ പ്രണയിച്ച് കൊതിമാറിയിട്ടില്ല. നീ എന്ന പാനീയം കുടിച്ചു ദാഹം മാറിയിട്ടില്ല. നീ ഒന്ന് സഹായിക്ക്. ഡോക്ടറെ, ഞാൻ മര്യാദയുടെ ഭാഷയിൽ താങ്കളോട് സംസാരിച്ചു. എനിക്കിവിടെ ബഹളം വയ്ക്കാൻ അറിയാനിട്ടല്ല, പക്ഷെ അതെൻ്റെ മാന്യത.
അവനെ നിങ്ങൾ ഡിസ്ചാർജ് ചെയ്യണം. ഞങ്ങൾക്കിനി നിങ്ങളുടെ ചികിത്സ വേണ്ട. അയ്യോടി, പെണ്ണിന്റെ സ്വരം അങ്ങ് മാറിയല്ലോ. ഈ ഹോസ്പിറ്റലിന്റെ പേര് മാനസിക ആരോഗ്യ കേന്ദ്രം എന്നാണ്. ഇവിടെ നിന്നും ബഹളം വച്ച നിന്നെ ഒരു മാനസിക രോഗിയെ മാത്രമേ കാണൂ. പിന്നെ പിടിച്ചു കെട്ടി ഒരു ഇഞ്ചക്ഷൻ തന്ന പിന്നെ താൻ കാലാകാലം ഇരുട്ടറയിലാണ്. എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് കടന്നു തരുന്ന ഒരു രോഗി. അവൻ്റെ ഡിസ്ചാർജും അതിന് നീയും അവനും തമ്മിൽ എന്താണ് ബന്ധം? അതുകൂടി പറയണം. അവനെ ഇവിടെ അഡ്മിറ്റ് ആക്കിയത് അവൻ്റെ ആളുകളാണ്, അല്ലാതെ താനല്ല. അവളൊന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥയിൽ അങ്ങനെ നിന്നു. സീനത്ത് ഡോക്ടറുടെ മുറി വിട്ടിറങ്ങി. റംഷിയെ അടച്ചിട്ടിരിക്കുന്ന മുറിക്ക് മുന്നിലെത്തിയപ്പോൾ അവളുടെ ഹൃദയം തളർന്നിരുന്നു. റംഷി, ഇടറിയ അവളുടെ ശബ്ദത്തിൽ സിമന്റ് തറയിൽ തല ചേർത്ത് കിടന്ന അവൻ പതിയെ തലയുയർത്തി നോക്കി. ചെറിയ വെളിച്ചം അവന്റെ മുഖത്ത് അടിക്കുന്നുണ്ടാവണം. കൈ പതിയെ ചരിച്ച് മുഖത്തിന് മറവായി അവളെ ഒന്ന് നോക്കി. എന്റെ സീനത്ത്, അവൾ മാത്രമേ എന്നെ വിളിക്കാറുള്ളൂ. നീ ആരാണ്? അവളുടെ ഓരോ അക്ഷരങ്ങളിലും ഒരുപാട് പ്രണയവും സ്നേഹമുണ്ട്. എടോ, ഞാൻ നിന്റെ സീനത്താണ്, നിന്റെ പെണ്ണാണ്. റംഷി അല്ലെന്ന രീതിയിൽ തലയാട്ടി, പല്ലുറുമി. സീനത്ത് അവനെ നോക്കി എങ്ങനെ നിന്നു. അവൻ പതിയെ മുഖമുയർത്തി അവളെ ഒന്ന് നോക്കി. ഇഴഞ്ഞ് ഇരുമ്പഴിക്കുള്ളിലൂടെ കൈ പുറത്തേക്കിട്ട് സീനത്തിനെ ഒന്ന് തൊട്ടു. അവൾ നിലത്തേക്കിരുന്ന് അവൻ അവളുടെ മുഖം വാരിയെടുത്തു. ചുക്കിച്ചുളിഞ്ഞ കറുത്ത അവന്റെ ചർമ്മം അവൾക്ക് തീരെ പരിചിതമില്ലായിരുന്നല്ലോ. എൻ്റെ പൊന്നെ, നീ ഇല്ലാതെ ഞാൻ എത്ര വിഷമിച്ചു എന്നറിയോ? ഞാൻ നിന്നെ തേടി എവിടേക്ക് ഇറങ്ങി എന്നറിയോ? നമുക്ക് പോകണം റംഷി, അവൻ വിതുമ്പി. എന്നെയും കൊണ്ടുപോകും നിന്റെ കൂടെ. അവനത് ചോദിക്കുമ്പോൾ അവളുടെ ഹൃദയം പിളരുന്നത് പോലെയായിരുന്നു. കൊണ്ടുപോകും ഞാനും നീയും ഒരുമിച്ച് അങ്ങനെ ജീവിക്കും. അവിടെ നിന്ന് എഴുന്നേറ്റ് അവൾ പുറത്തേക്ക് പോകുമ്പോൾ റംഷിയുടെ അലറിക്കരച്ചിൽ കേൾക്കാം. സീനു, ഞാനും വരുന്നുവെന്ന് അവൻ ഉറക്കെ ഉറക്കെ നിലവിളിച്ചു. ഇരുമ്പഴികൾ തലയിട്ടടിച്ചു. അധ്യായം 29. പ്രതീക്ഷിക്കാതെ സീനത്ത് വീട്ടിലേക്ക് കയറി വന്നപ്പോൾ അന്താളിപ്പായിരുന്നു റംഷിയുടെ ബാപ്പയ്ക്കും ഉമ്മയ്ക്കും. എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ അറിയാത്ത ഒരുതരം മരവിപ്പ്. അടക്കിപ്പിടിച്ച സങ്കടങ്ങൾ മുഴുവൻ അണപൊട്ടി ഒഴുകിയ ഒരു വല്ലാത്ത കുത്തൊഴുക്കിൽ അവൾ ഉമ്മാന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. എന്തിനാ മോളെ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? പടച്ചോൻ എന്തെങ്കിലും നല്ലത് കാണാതെ ഇങ്ങനെ പരീക്ഷിക്കുമോ? ഉമ്മ, ഞാൻ അവനെ ഹോസ്പിറ്റലിൽ പോയി കണ്ടിരുന്നു. കാലുകളിൽ ചങ്ങലയിട്ട് ബന്ധിപ്പിക്കാൻ മാത്രം അവനൊരു കുഴപ്പമില്ല. അവനെ ഇങ്ങോട്ട് കൊണ്ടുവരണം, ഞാൻ നോക്കിക്കോളാം അവനെ. മോളെ, അവന്റെ അവസ്ഥ അത്രയ്ക്ക് മോശം എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇവിടെ അവന് ഒരു ഏകാന്തത മാത്രമാണ്. ഇടയ്ക്ക് നമ്മളെ തിരിച്ചറിയുമ്പോൾ അവന്റെ സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. മറ്റൊരിപ്പോൾ അവന്റെ ഉപദ്രവങ്ങളും അതിലേറെയാണ്. എന്ത് ചെയ്യാൻ കഴിയും മോളെ? സാരല്ലൊപ്പ, അവനെ ഹോസ്പിറ്റലിൽ ഇരുട്ടറയിൽ ആരുമില്ലാതെ ഉപേക്ഷിക്കാൻ എനിക്കാവില്ല. അവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം. അവന്റെ പെണ്ണായി അവനെ പരിപാലിച്ച് ഞാൻ ജീവിച്ചോളാം. വേണ്ട മോളെ, എൻ്റെ കുട്ടിക്ക് നല്ലൊരു ഭാവിയുണ്ട്. അതൊരു ഭ്രാന്തനെ കെട്ടി തീർക്കേണ്ടതല്ല. ഓ ഞങ്ങളുടെ കുട്ടിയാണ്. പക്ഷേ ഞങ്ങളുടെ മുന്നിൽ നീ അനുഭവിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് ത്രാണിയില്ല. എന്തൊക്കെയാണ് ഉപ്പ പറയുന്നത്? ഉപ്പ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് അവനില്ലാതെ പറ്റുന്നില്ല. ആ ഒരു സങ്കടങ്ങൾ കണ്ടു നിൽക്കാൻ റംഷിയുടെ ഉമ്മയ്ക്കും ആവുമായിരുന്നില്ല. ഉമ്മ അവളെ ഒന്ന് മുറുക്കെ പിണർന്നു. ഉമ്മ, അവന് വേണ്ടിയാണ് ഞാൻ ഈ ദുരിതങ്ങൾ മുഴുവൻ അനുഭവിച്ചത്. ഇനിയും എനിക്ക് അവനെ നഷ്ടപ്പെടുത്താൻ കഴിയില്ല. എനിക്ക് അവനെ ഡിസ്ചാർജ് ചെയ്തു തരണം. ഞങ്ങൾ ജീവിച്ചോളാം. മോളെ, നീയും അവനും ഞങ്ങൾക്ക് മക്കളാണ്. നിന്റെ ഇഷ്ടം അതാണെങ്കിൽ ഞങ്ങളതിന് തടസ്സം നിൽക്കുന്നില്ല. ഞങ്ങൾ അവനെ ആശുപത്രിയിൽ നിന്നും കൊണ്ടുവരാം. ഉപ്പ ശക്തമായ നിലപാട്. ഉപ്പ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു. ഡോക്ടർ ഒരുപാട് നിരുത്സാഹപ്പെടുത്തിയെങ്കിലും ഉപ്പ തീരുമാനത്തിൽ നിന്നും മാറിയിരുന്നില്ല. കാലിലെ ചങ്ങല വരഞ്ഞു വ്രണമായി തുടങ്ങിയിരുന്നു. നെറ്റി ചുമരുകളിൽ ഇടിച്ചു മുഴച്ചിരുന്നു. കൂടുതൽ ബഹളം വെക്കുമ്പോൾ ആശുപത്രി അധികൃതർ നൽകിയ പീഡനങ്ങളുടെ അടയാളങ്ങൾ പച്ചയായി അവശേഷിച്ചിരുന്നു. പള്ളിയിലെ ചുരുക്കം ചില ആളുകളുടെയും സീനത്തിന്റെ ഉമ്മയും ബാപ്പയും റംഷിയുടെ വീട്ടുകാരും മാത്രമുള്ള ഒരു ചെറിയ മതപരമായ ചടങ്ങുകൾ മാത്രമായിരുന്നു റംഷിയുടെയും സീനത്തിന്റെയും നിക്കാഹ്. ആർക്കും ഒരു സന്തോഷവുമില്ലാതെ ഒരു നിക്കാഹ്. വലിയ പാട്ടും മേളവും ഭക്ഷണപ്പൊലിമയും ആരവങ്ങളും ഇല്ലാത്ത ഒരു നിക്കാഹ്. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് റംഷി സീനത്തിനോട് ചേർന്ന് നിൽക്കുമ്പോൾ സീനത്ത് അവന്റെ കാതുകളിൽ മന്ത്രിച്ചു.
ഇന്ന് നമ്മുടെ കല്യാണമാണ്. അവൻ അവളെ നോക്കി ഭയത്തോടെ. അവൾക്ക് പിന്നിലേക്ക് മറിയുന്നത് പോലെ അവൾ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ഏയ്, ഞാനുണ്ട് നിന്റെ കൂടെ, നിന്റെ സീനത്ത്. കണ്ടവരും കേട്ടവരും ഒക്കെ മുഖത്ത് കൈവച്ചു. നല്ല മാലാക പോലത്തെ ഒരു പെൺകുട്ടിയാണ്. അതിതെന്തും ഭാവിച്ചാണ്. ഗ്രാമങ്ങളിലെ പാതയോരങ്ങളിലെ കലുങ്കൂളിൽ കുത്തിയിരുന്ന് വെടിക്കഥകൾ പറയുന്ന ചെറുപ്പക്കാർക്കിടയിൽ പോലും സീനത്തും റംഷിയും ഒരു സംസാര വിഷയമായി തുടങ്ങി. ആ പൊട്ടനെ കിട്ടിയ ഒരു ലോട്ടറിയെ. പക്ഷേ സീനത്തും റംഷിയും അവരുടെ ലോകങ്ങളിലായിരുന്നു. നിലാവുള്ള രാത്രിയിൽ അവൾ അവനുമായി മുറ്റത്തേക്ക് ഇറങ്ങും. നക്ഷത്രങ്ങളെയും മാനത്തെയും നോക്കും. ചിലപ്പോൾ അവൻ അത്ഭുതത്തോടെ അവളെ നോക്കിയിരിക്കും. അവന്റെ രൂപം പഴയതുപോലെ മാറി തുടങ്ങിയിരിക്കുന്നു. സീനത്തില്ലാത്ത നിമിഷങ്ങളിൽ അവന് ഏറ്റവും വലിയ ദുസ്സഹമായി തോന്നും. അന്ന് രാത്രിയിൽ അവൻ അവളുടെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു. ചിലപ്പോഴൊക്കെ അവൻ അങ്ങനെയാണ്. റംഷി, അവളുടെ വിളിയിൽ അവൻ അവളെ ഒന്ന് നോക്കി. നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ പഴയ കുരുത്തക്കേടുകൾ? അവൾ പതിയെ അവന്റെ കൈയെടുത്ത് ചുംബിച്ചു. അവന്റെ മുഖം അവളുടെ മുഖത്തിനരികിലേക്ക് അടുത്തു വന്നു. അവന്റെ നിശ്വാസം അവളെ വല്ലാതെ വീർപ്പ് മുട്ടിക്കുന്നുണ്ട്. അവളുടെ ശ്വാസം ഉയർന്നു താഴുന്നത് പോലെ. കണ്ണുകളിലേക്ക് നോക്കിയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കണ്ണടയുന്നത് പോലെ. അവനെ അവൾ കെട്ടിപ്പിടിക്കുകയായിരുന്നു. ഒരു തുള്ളി വായു അവർക്കിടയിൽ ഇല്ലാത്തതുപോലെ അവൾ അവനിലേക്ക് അലിഞ്ഞു ചേരുന്നു. അവന്റെ ചുണ്ടുകളാവട്ടെ അവൾക്ക് വേണ്ടി അലഞ്ഞു തിരയുകയായിരുന്നു. അന്തരീക്ഷം ചൂട് പിടിച്ചതുപോലെ അവർക്കിടയിൽ അത് വ്യാപിച്ചു തുടങ്ങിയിരിക്കുന്നു. അവളുടെ ചുണ്ടുകൾ അവന്റെ ദാഹം തീർക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. റംഷി, ഇടയ്ക്ക് മറന്നു പോകാറുണ്ടോ? അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. നിന്റെ ചുണ്ടിലെ ദ്രവവും നിന്റെ വേർപ്പിന്റെ ഗന്ധവും നിന്റെ മാറിടത്തിലെ മൃദുലവും നിന്റെ നെഞ്ചിലെ ചൂടും നീ തന്ന സ്നേഹവും ഞാൻ എങ്ങനെ മറക്കും പെണ്ണെ? അവൾ ഒന്നുകൂടി അവനെ മുറുകെ പുണർന്നു. നിനക്കറിയുമോ റംഷി, നീ ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ എന്തൊക്കെ അനുഭവിച്ചു എന്ന്? ചിലതൊക്കെ എനിക്കറിയാൻ കഴിയുന്നുണ്ട് പെണ്ണെ. പക്ഷെ ഞാനല്ലാതായി പോകുന്ന ചില നിമിഷങ്ങളുണ്ട്. തലയിൽ ഇരുട്ട് നിറഞ്ഞു കണ്ണു തുറക്കുമ്പോൾ മുന്നിൽ തോക്കുമായി നിൽക്കുന്ന ഞാൻ അറിയാത്ത ആരൊക്കെയോ. അതിനിടയിൽ എനിക്കെന്നോ നിന്നെ നഷ്ടമായിരുന്നു. കഴിഞ്ഞതൊക്കെ മറക്കണം എൻ്റെ പൊന്നെ. നീയില്ലാത്ത ഒരു ജീവിതത്തിനെ കുറിച്ച് എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ഹൃദയം വല്ലാതെ നുറുങ്ങിപ്പോകുന്നത് പോലെയാണ്. ഇനി ഞാനും നീയുമാണ്. നാളെ നമുക്ക് ഒരിടം വരെ പോകണം. നമുക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അവരെ ഒന്ന് കാണണം. റംഷി ഒന്നും പറയാതെ അവളുടെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്നു. അവന്റെ താടിയിലെ കുറ്റിരോമങ്ങൾ അവളുടെ കവിളിലും കഴുത്തിലും ഇക്കിളി കൂട്ടി തുടങ്ങി. ചെക്ക, നിന്റെ കുരുത്തക്കേടുകൾക്കൊരു കുറവുമില്ല കേട്ടോ. അവൻ ഒന്ന് ചിരിച്ചു. അവളുടെ ചെവിയുടെ നേർത്ത ഭാഗങ്ങളിൽ ഒന്ന് കടിച്ചു. അവളുടെ ഇക്കിളികൾക്കും അപ്പുറം അവനിലേക്കുള്ള പ്രയാണത്തിന്റെ തുടക്കം മാത്രമായിരുന്നു. പുറത്തു നല്ല ശക്തിയായി മഴ പെയ്യുന്നുണ്ട്. അവൻ അവളിലേക്ക് തളർന്ന് അങ്ങനെ കിടക്കുകയാണ്. നിലാവ് മാറി. എപ്പോഴാണ് മഴ തുടങ്ങിയത് എന്ന് ചിന്തിക്കുകയായിരുന്നു സീനത്ത്. റംഷി, അവൾ അവനെ കുലുക്കി വിളിച്ചു. അവൻ കരയുകയാണ്. അവളെ കെട്ടിപ്പിടിച്ച ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവന്റെ കരച്ചിൽ. അവൾ അവനെ ചേർത്ത് പിടിച്ചു. ഞാനില്ലേ നിന്റെ കൂടെ? പിന്നെ എന്താ പൊന്നെ നിനക്ക്? അധ്യായം 29. രാവിലെ മാറ്റിയിറങ്ങിയ റംഷിയും സീനത്തിനെ കണ്ട എല്ലാവരും ഞെട്ടി. അത്രയ്ക്കും വലിയ മാറ്റമാണ് റംഷിക്കുണ്ടായിരുന്നത്. അവർ രണ്ടുപേരും ഉമ്മയോടും ഉപ്പയോടും യാത്ര പറഞ്ഞിറങ്ങി. സജിഷേച്ചിയുടെ വീട്ടിലേക്കുള്ള യാത്ര. വഴിയരികിലുള്ളവർ അവരെ നോക്കി കൗതുകത്തോടെ നോക്കി. സജിഷേച്ചിയുടെ കുഞ്ഞുങ്ങൾ താമസിക്കുന്ന ഒരു ചെറിയ വീട്. പിന്നെ പ്രായമായ ഒരമ്മ. ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു വീടും. ആ അമ്മ നെറ്റിക്ക് മുകളിൽ കൈവച്ച് അവരെ സൂക്ഷിച്ചു നോക്കി. ആരാ? എവിടുന്നാ? കടക്കാരാണേലേ ഇവിടെ ഞാനും ആ സജിഷയുടെ 2 കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ. വേറെ ആരുമില്ല. അല്ലമ്മ, ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാ. സജിഷയുടെ അടുത്ത് നിന്ന്. ആ അമ്മയുടെ മുഖം ഒന്ന് തെളിഞ്ഞു. കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ കളി നിർത്തി സീനത്തിനെ നോക്കി. ഈ കുഞ്ഞു മക്കളെ ഏതാണ്ട് അനാഥാലയത്തിൽ ഇട്ടെറിഞ്ഞു പോയവളവള്. ഞാൻ പിന്നെ അവളെ വകയിലുള്ള ഒരമ്മയാ. അവളുടെ അമ്മയുടെ കുടുംബക്കാർ. ഈ കുഞ്ഞുങ്ങളിങ്ങനെ കിടക്കുന്ന കണ്ടപ്പോ നമ്മളത് തന്നെ അല്ലയോ
അങ്ങനെ അനാഥാലയത്തിൽ ഇട്ടേച്ച് പോരാൻ പറ്റുമോ? എല്ലാവർക്കും ലീവും വെക്കേഷനൊക്കെ ഉള്ളപ്പോൾ ഈ കുഞ്ഞുങ്ങളെ മാത്രം എന്തിനാന്ന് കരുതി ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നതാ. ആ അമ്മ കരഞ്ഞു തുടങ്ങിയിരുന്നു. കരയില്ലമ്മ. സീനു ബാഗിൽ നിന്നും ഒരു വളയെടുത്ത് ആ അമ്മയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. ഇതിവിടെ വെക്കണം. സജിശേഷി മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചതാ. മോളെ, അവൾക്ക് സുഖമാണോ? എന്താ അവള് ഈ മക്കളെ ഒന്നും വിളിക്കാത്തത്? അവൾക്ക് ഇവരെയൊന്നും വേണ്ടേ? അമ്മ, അവരിപ്പോ ഈ ഭൂമിയിലില്ല. അവരെന്നേക്കുമായി യാത്ര പറഞ്ഞു കഴിഞ്ഞു. എന്റെ തമ്പുരാനെ. ഒരു നിലവിളിയോടെ അവർ നിലത്തേക്ക് വീണു. അമ്മ എന്ന് വിളിച്ച് അവരെ ഒന്ന് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ പോലും അവർക്കാവുമല്ല. സജിശേഷി അമ്മയെ ഏൽപ്പിക്കാൻ വേണ്ടി തന്നതായി വള. മക്കൾക്ക് വേണ്ടിയുള്ള അമ്മയുടെ സമ്പാദ്യം എന്ന് പറയാൻ പറഞ്ഞു. തിരിച്ചു നാട്ടിലേക്ക് കൊണ്ടുവരണ്ട എന്നും അവിടെ തന്നെ അടക്കണമെന്നും അവർ അപേക്ഷ കൊടുത്തിരുന്നു. എന്തെങ്കിലും തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ മക്കൾ ജീവിക്കട്ടെ എന്ന്. എനിക്ക് കൂടുതൽ അറിയുന്നതല്ല. ഒരു രാത്രിയിലെ ഏതാനും മണിക്കൂറുകൾ മാത്രമേ അവർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ ജീവിതത്തിന്റെ അവസാനത്തെ കുറച്ച് മണിക്കൂറുകൾ. ആ അമ്മയുടെ കരച്ചിലുകൾ കണ്ട് കുഞ്ഞുങ്ങൾ അടുത്തുകൂടി. സീനു കയ്യിലുണ്ടായിരുന്ന ചോക്ലേറ്റ് അവർക്ക് നൽകി. അമ്മയുടെ പുറത്തു തട്ടി ആശ്വസിപ്പിച്ചു. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മാനസികമായി വല്ലാതെ തളർന്നിരുന്നു. ഇടയ്ക്ക് റംഷിയെ നോക്കുന്നുണ്ട്. എങ്കിലും അവൻ വേറെ ഒരു ലോകത്തായിരുന്നു. അവൾ അവനോട് ചേർന്നിരുന്നു. ബസ്സിലെ സൈഡ് സീറ്റിൽ സീനത്തും ഇരുന്നു. അവളോട് ചേർന്ന് അവനും. ഡീ, അവരൊക്കെ ആരാണ്? അവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. ഞാൻ കണ്ട ദുസ്വപ്നത്തിലെ ഒരു വിരുന്നുകാരിയായിരുന്നു ആ കുഞ്ഞുങ്ങളുടെ അമ്മ. അവൻ അവളുടെ കണ്ണുകളിലേക്കൊന്ന് നോക്കി. അവന്റെ കണ്ണുകളിൽ ഒരു ചുവപ്പ് പടരുന്നത് കാണാമായിരുന്നു. പതുക്കെ അവന്റെ നാവ് പുറത്തേക്ക് തള്ളി വരുന്നത് പോലെ. അവൾ അവന്റെ വിയർപ്പ് അവളുടെ ഷാള് കൊണ്ട് ഒപ്പിയെടുത്തു. അവന്റെ പുറത്തു തട്ടി സമാധാനിപ്പിച്ചു. ബാഗ് തുറന്ന് അതിൽ നിന്നും ഒരു ഗുളികയെടുത്ത് അവന്റെ വായിൽ വെച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോൾ ബസ്സിലെ യാത്രക്കാരെല്ലാവരും അവളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവൻ പതിയെ അവളുടെ ചുമലിലേക്ക് തല ചായ്ച്ചു വെച്ച് കിടന്നു. അവൾ അവനോട് ഒന്നുകൂടി ചേർന്നിരുന്നു. ബസ്സിൽ വീണ്ടും വീണ്ടും തിരക്കുകൾ ഏറിയേറി വരികയായിരുന്നു. ടൗണിലെ പ്രശസ്തമായ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറുടെ മുന്നിലിരിക്കുമ്പോൾ സീനത്തിന്റെ ഉള്ളിൽ കരയുകയായിരുന്നു. ശരിക്കും ആരുടെയോ ഒരു കൂട്ടിപ്പിടിക്കലുമില്ലാതെ ഒറ്റപ്പെടുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് സാധാരണഗതിയിൽ തിരിച്ചു വരുന്ന റംഷി. പക്ഷെ ചിലപ്പോൾ അതിന് മണിക്കൂറുകൾ മാത്രമേ ആയുസുള്ളൂ. ശരിക്കും ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്ന പോലെ. റംഷിയുടെ മരുന്നുകൾ എപ്പോഴും വേണം, ഇല്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ്. എവിടെയെങ്കിലൊക്കെ ഇപ്പോൾ പോകാൻ പേടിയാണ് ഡോക്ടർ. അവളത് പറയുമ്പോൾ അവളുടെ ശബ്ദം വല്ലാതെ ഇടറിയിരുന്നു. താൻ പറഞ്ഞതാണോടോ, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല അവന്റെ കാര്യം. ഡോക്ടർ പറഞ്ഞു വരുന്നത് എന്താണ്? എനിക്കിത് തന്നോട് എങ്ങനെ പറയണമെന്നൊന്നും അറിയില്ല കുട്ടി. പക്ഷേ നമ്മുടെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കണം. അതെന്താണെന്ന് നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം. റംഷിയെ ബാധിച്ചിരിക്കുന്ന മെന്റൽ ഷോക്കിൽ നിന്നും അവൻ പുറത്തു വരുമെന്ന് എനിക്ക് തോന്നില്ല. ഇനി അതിന് തക്കതായ എന്തെങ്കിലും ഒരു ഷോക്ക് അവനുണ്ടാവാതെ ഒരവസരം ഞാൻ കാണുന്നില്ല. ഇനി ഉണ്ടായാൽ തന്നെ അവന്റെ അവസ്ഥ ഒന്നുകിൽ ഒന്നുകൂടി വഷളാവും, അല്ലെങ്കിൽ ശരിയാവും. എന്താണ് ഡോക്ടർ എനിക്ക് ചെയ്യാനാവുക? മോളെ, ഞാൻ എൻ്റെ ഇത്രയും വർഷത്തെ ജോലിക്കിടയിൽ ഇങ്ങനെ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്ന ആദ്യമായിട്ടാണ്. ഈ അസുഖത്തിന് ഞാൻ ഇനി ഒരു മരുന്ന് എഴുതുന്നില്ല. അവന് വേണ്ടി കാത്തിരിക്കുന്നതിലൊരു അർത്ഥമുണ്ട് എന്ന് എനിക്ക് തോന്നില്ല. ഒരുപക്ഷെ നീ അവനെ ഉപേക്ഷിച്ചു പോയാൽ അവൻ തിരിച്ചു ജീവിതത്തിലേക്ക് വന്നേക്കാം. അതിനും പകുതി സാധ്യത മാത്രമേ ഉള്ളൂ. ഡോക്ടർ, ഞാൻ എങ്ങനെയാണ് അവനെ ഉപേക്ഷിക്കുക? എന്നാൽ സീനത്ത് പോയിക്കോളൂ. എൻ്റെ ക്ലിനിക്കിൽ ഇനി അയാൾക്കുള്ള ചികിത്സയില്ല. കണ്ണുകൾ നിറച്ച് സീനത്ത് ഡോക്ടറെ നോക്കി. മോളെ, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല. അവനെ തിരിച്ച് ജീവിതത്തിൽ കൊണ്ടുവരാൻ നല്ലൊരു ഷോക്കുമാണ്, ഞാൻ പറഞ്ഞല്ലോ. എന്നാലും അവൻ തിരിച്ചു വരുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഡോക്ടർ പറയുന്നത് എന്താണെന്നുള്ള മനസ്സിലാവുന്നുണ്ട്. ഞങ്ങൾ ഇറങ്ങട്ടെ. ഡോക്ടറുടെ മുറിക്ക് മുന്നിൽ അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുറത്ത് റംഷി അങ്ങനെ കൂനിക്കൂടിയിരിക്കുന്നുണ്ടായിരുന്നു. അവൾ അവന്റെ കയ്യും പിടിച്ച് നടന്നു നീങ്ങി. റംഷിയുടെ അവസ്ഥ
അവളെ വല്ലാതെ വേദനിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. വീട്ടിലെ സാഹചര്യങ്ങളും മോശമായി തുടങ്ങിയിട്ടുണ്ട്. അതിനിടയിൽ റംഷിയുടെ നില മാനസിക നിലയ്ക്ക് വല്ലാതെ മോശമാവുന്നു. ശരിക്കും അവന്റെ കൂടെ കിടക്കാൻ പോലും പേടിയാണ്. ഏതെങ്കിലും ഒരു ഉറക്കത്തിൽ തന്നെ ഒരു പക്ഷേ അവൻ ശ്വാസം മുട്ടിച്ചു കൊന്നേക്കാം. എപ്പോഴാണ് അവന്റെ മനസ്സ് മാറുന്നതെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥ. തൊട്ടടുത്ത പലചരക്ക് കടയിലെ സാധനം വാങ്ങാൻ പോയപ്പോൾ കടക്കാരൻ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഇതിപ്പോ കുറെ കട ആയിട്ടുണ്ട്. ആരാ ഇതിനൊരു ഉത്തരവാദി? ഇങ്ങനെ പോയാൽ എന്റെ കടയിലെ സാധനങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് തന്ന് കാലിയാവുമല്ലോ. അല്ല, അത് അടുത്ത ആഴ്ച ശരിയാക്കാൻ ചേട്ടാ. എങ്ങനെ ശരിയാക്കാൻ നീ പറയുന്നത്? ആ പൊട്ടൻ ചെക്കനാണോ ഈ കടങ്ങളൊക്കെ തീർക്കാൻ പോകുന്നത്? നിനക്ക് അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ തരാം. പക്ഷേ നീ എന്നെ ഒന്ന് കാണേണ്ട പോലെ കാണേണ്ടി വരും. അവളൊന്നും പറയാതെ തിരിച്ചു നടന്നു. എവിടെ നോക്കിയാലും ഇത് തന്നെയാണ് അവസ്ഥ. എല്ലാവർക്കും ശരീരത്തിനോടാണ് നോട്ടം മുഴുവൻ. കുടുംബത്തിലൊരു കല്യാണം നടക്കുന്നുണ്ട്. പോകണ്ട എന്ന് കരുതിയതാണ്. ഉപ്പയും ഉമ്മയും ആരും സമ്മതിക്കുന്നില്ല. എല്ലാവരും കൂടുന്നൊരു പരിപാടിയല്ലേ, അവിടെ ഒരുമിച്ച് കൂടണം. സ്വന്തം വീടും റംഷിയുടെ വീടും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അവിടെ കല്യാണ വീട്ടിലായാലോ വീട്ടിൽ കൂടലോ അങ്ങനെ എന്തു തന്നെയായാലും ഒരു ബുദ്ധിമുട്ടുണ്ടാവാറില്ല. ഇതിപ്പോ മാറ്റിയെടുക്കാൻ ഒരു വസ്ത്രം പോലും ഇല്ല. ഒരുവിധം വൃത്തിയുള്ള വസ്ത്രം നോക്കി ധരിച്ച് റംഷിയോടൊപ്പം കല്യാണത്തിന് പുറപ്പെട്ടു. അവന്റെ മുഖത്തൊന്നും വലിയ ഭാവവ്യത്യാസങ്ങളൊന്നുമില്ല. എങ്കിലും സാരി മാറ്റിയ ഞാൻ അവന്റെ മുന്നിൽ വന്നു നിന്നപ്പോൾ ഒരു വല്ലാത്ത അത്ഭുതത്തോടു കൂടി അവനൊന്ന് നോക്കി. അവന്റെ ഉപബോധ മനസ്സിൽ എവിടെയോ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ്. ആരും കാണാതെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തപ്പോൾ അവൻ വീണ്ടും അവളെ അങ്ങനെ ചേർത്ത് പിടിച്ചു. ഒരിക്കലും പിടിവിടാൻ തയ്യാറാവാത്ത പോലെ ആ സ്നേഹത്തിൽ അവളങ്ങനെ നിന്നു. മുറ്റത്തു നിന്നും ഉമ്മയുടെ മോളെ എന്ന വിളി കേട്ടാണ് സീനത്ത് പുറത്തേക്ക് വന്നത്. എല്ലാവരും ഉണ്ടായിരുന്നു മുറ്റത്ത് തന്നെ. റംഷിയും സീനത്തും ഉപ്പയും ഉമ്മയും എല്ലാവരും കല്യാണ വീട്ടിലെത്തി. സീനത്തിനെ കൈവിടാൻ ഒരിക്കലും റംഷി തയ്യാറായില്ല. പലരും അവളെ കാണുമ്പോൾ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്. പഴയ പ്രസരിപ്പ് നഷ്ടമായ ഒരു പെൺകുട്ടി. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ജീവിതം തിരഞ്ഞെടുത്തതെന്ന് പലർക്കും അറിയാത്ത ഒരു കാര്യമായിരുന്നു. പ്രണയത്തിന് കണ്ണും കാതും ഇല്ലെന്ന് പറഞ്ഞു കേട്ടില്ലേ, അതുപോലെ ഒന്നാണിത്. കല്യാണ വീട്ടിലെ പെൺകൂട്ട ചർച്ചയ്ക്കിടയിൽ വന്നതാണ് ഈ അഭിപ്രായം. പക്ഷെ എന്നാലും ജീവിതം കൊണ്ട് ആരെങ്കിലുമൊക്കെ കളിക്കുമോ മോളെ? പെൺചർച്ചയിലെ പ്രധാനി ആമിനാത്ത താടിക്ക് കൈയും കൊടുത്ത് അങ്ങനെ ഒരു ചോദ്യം. കൂട്ടത്തിലേതോ ഒരു പെണ്ണ് സീനുവിന്റെ അടുത്തെത്തി. നീ എപ്പോഴും ഓന്റെ അടുത്തല്ലേ, ഇങ്ങുവാ ചോദിക്കട്ടെ. റംഷിയുടെ കയ്യിൽ നിന്നും അവളെ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോയി. പെൺസദസ്സിന് ഒരു ഇരയെ കിട്ടിയ ദിവസം. എന്റെ കുട്ടി ആകെ ക്ഷീണിച്ചല്ല പടച്ചോനെ. തുടക്കം കുറിച്ചത് എപ്പോഴും ആമിനാത്തയാവും. സീനത്ത് ഒന്നും മിണ്ടാതെ അങ്ങനെയിരുന്നു. നിന്റെ കണ്ണുകളിലൊക്കെ ആകെ ഒരു കറുപ്പാണല്ലോ. എന്താ നിനക്ക് പറ്റിയത്? എന്തെങ്കിലും വിശേഷമുണ്ടോ? എല്ലാവരും ആഗ്രഹിച്ച ചോദ്യം, എല്ലാവർക്കും അറിയേണ്ട ഉത്തരം. ആ സദസ്സില് മൗനം അങ്ങനെ തളം കെട്ടി നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നോവൽ ഇവിടെ തുടരുകയാണ്. നോവലിന്റെ അടുത്ത അധ്യായത്തിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കൂടെ എല്ലാവർക്കും അപ്പോൾ ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ നന്ദി, നമസ്കാരം.